ഗോപാൽ സാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് രണ്ട് ചോദ്യങ്ങൾ, രണ്ടും വളരെ സിമ്പിളായിട്ടുള്ള എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരെണ്ണം ട്രിഗണോമെട്രിയും മറ്റൊന്ന് കോംപ്ലക്സ് നമ്പേഴ്സ്. നമുക്കിനിയും എൻട്രൻസിൻ്റേത് അടുത്ത് വരുന്നത് NDA 2 ആണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷത്തേക്ക് കയറുകയാണ്. അടുത്ത വർഷത്തെ എക്സാമിന് വേണ്ടി ഇപ്പോഴേ നിങ്ങൾ ഒരു റെഗുലറായിട്ട് കുറച്ച് സമയം എല്ലാ വീക്കിലും പഠിച്ചു തുടങ്ങിയാൽ അടുത്ത വർഷം നിങ്ങൾക്ക് കുറേ കവറപ്പ് ചെയ്യാൻ പറ്റും. അല്ലാതെ അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി പഠിക്കുക എന്നുള്ളതല്ല. കുറച്ച് സമയം മതി, പക്ഷെ അത് റെഗുലർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻസുകളും കുറേ കാര്യങ്ങൾ അടുത്ത വർഷത്തേക്ക് ഈസി ആയിട്ട് നിങ്ങൾ എല്ലാവരേക്കാളും ഒന്ന് മുന്നിലെത്താനുള്ള വഴി കിട്ടും. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ NDA 2-നുള്ളതും ജോയിൻ ചെയ്യാം, അടുത്ത വർഷത്തേക്കുള്ളതും ജോയിൻ ചെയ്യാം. അടുത്ത വർഷത്തേക്കാകുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോകാൻ പറ്റും. അതിനുള്ള മെറ്റീരിയലും തരും, അതിനുള്ള ഇൻസ്ട്രക്ഷൻസും തരും, എല്ലാ കാര്യങ്ങളും തന്നുകൊണ്ടുള്ള ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. രണ്ടും സിമ്പിൾ ക്വസ്റ്റൻ ആണ്, വളരെ എളുപ്പം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് cos 80 പ്ലസ് cos 40 മൈനസ് cos 20? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കാണുമ്പോൾ നമുക്ക് cos 80, cos 40, cos 20 ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടുള്ള വാല്യൂസ് അല്ലേ. അപ്പോൾ ആ മെത്തേഡ് അല്ല എന്നുള്ളത് മനസ്സിലായി. പിന്നുള്ളത് ഏതാണെന്നുള്ള കത്തണം, അവിടെയാണ്. ഇവിടെ നോക്കി ആദ്യത്തെ രണ്ട് ടേംസിനെ മാത്രം ഒന്ന് വായിച്ചാൽ രണ്ട് കോസുകളുടെ സമ്മ, ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് cos C പ്ലസ് cos D. അതാണ് cos C പ്ലസ് cos D. അറിയാം എന്ന് തോന്നുന്നു, എൻട്രൻസ് പഠിക്കുന്നവർക്ക് അത് അറിയാൻ വയ്യാണ്ട ഒന്നും അവസ്ഥയില്ല. വാട്ട് ഈസ് cos C പ്ലസ് cos D? ദാറ്റ് ഈസ് 2 cos C പ്ലസ് D ബൈ 2 cos C മൈനസ് D ബൈ 2. ഇതാണ് cos C പ്ലസ് cos D. ഓക്കെ ആണല്ലോ അല്ലേ? ഒരു വണ്ടിയിലൊക്കെ ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോകല്ലേ അല്ലേ? അപ്പോൾ cos C പ്ലസ് cos 2 cos C പ്ലസ് D ബൈ 2 cos C മൈനസ് D ബൈ 2. ഇനി അങ്ങോട്ട് അപ്ലൈ ചെയ്യണം. ഇവർക്ക് രണ്ടുപേർക്ക് മാത്രം അവനവിടെ കിടന്നോട്ടെ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇയാളാണ് നമ്മുടെ C, ഇയാളാണ് നമ്മുടെ ആരാ D. ഓക്കെ, ദാറ്റ് ഈസ് 2 cos 80 പ്ലസ് 40 ബൈ 2. ഓക്കെ, ഇൻറ്റു cos 80 മൈനസ് 40 ബൈ 2. ഇപ്പോഴേ ഓരോരുത്തർക്ക് ആൻസർ ഇപ്പോൾ കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ? ഇത്രയേ ഉള്ളായിരുന്നു, മൈനസ് cos 20. ഓക്കെ, നെക്സ്റ്റ് സിംപ്ലിഫിക്കേഷൻ നോക്കാം. ദാറ്റ് ഈസ് 2 cos 80 40 120 ബൈ 2 60. അത്രയേ ഉള്ളൂ. ഓക്കെ, 80 മൈനസ് 40 40 40 ബൈ 2 20. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കോസിനുള്ളിൽ 20. ഓക്കെ ആണല്ലേ? 80 പ്ലസ് 40 120 ബൈ 2 60. 80 മൈനസ് 40 40 40 ബൈ 2 20 മൈനസ് cos 20. ഓക്കെ, ഈ ഇവിടെ അറിയാൻ ഇപ്പോൾ ഒരാളുണ്ട് അല്ലേ? നമുക്ക് നല്ല പരിചയമാണ്, നമ്മൾ 1-2 വർഷമായിട്ട് നല്ല പരിചയമുള്ള ഒരു മനുഷ്യൻ നിൽക്കുന്നു. cos 60. വാട്ട് ഈസ് cos 60? എളുപ്പം പറ, 1/2 ഇൻറ്റു cos 20 മൈനസ് cos 20. ഡിഷ് പോയി. ബാക്കി ആരൊക്കെ ഉണ്ട്? cos 20 മൈനസ് cos 20. ആൻസർ ഈസ് ആരാണ്? 0. ക്ലിയർ ആണല്ലോ അല്ലേ? സിമ്പിൾ ക്വസ്റ്റൻ ആണ്, സിമ്പിളാണ്, പിന്നെ അറിയാൻ വയ്യാത്തവർക്ക് പ്രയോജനമാണ് അല്ലേ? ഓക്കെ, ഒന്ന് ഷെയർ ചെയ്തേക്കണം. നെക്സ്റ്റ്, വാല്യൂ ഓഫ് മോഡുലസ് cos θ മൈനസ് I sin θ ഡിവൈഡഡ് ബൈ cos θ പ്ലസ് I sin θ. ഇതിൻ്റെ മോഡുലസിനെ കണ്ടുപിടിക്കണം. നമുക്കറിയാം മോഡുലസ് എന്ന് പറഞ്ഞാൽ അല്ലേ, പഠിച്ചിട്ടുള്ളതാണല്ലോ. ഫോർമുല എഴുതട്ടെ, എളുപ്പം ഒന്ന് ഓർത്ത് വെച്ചേരെ. എന്തായിരുന്നു മോഡുലസ് ഓഫ് x പ്ലസ് വൈ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. I എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഫ്രാക്ഷനാണ്. ഫ്രാക്ഷൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൻ്റെ മോഡുലസ് ബൈ ഡിനോമിനേറ്ററിൻ്റെ മോഡുലസ്, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ സംഭവമൊന്നുമില്ല. ദാറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ്. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് ആണ് എടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ ഇത് എക്സ്, ഇത് വൈ. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? cos സ്ക്വയർ തീറ്റ പ്ലസ് മൈനസ് സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ ബൈ. ഇവിടെ വരുമ്പോഴും അതേപോലെ തന്നെ റൂട്ട് ഓഫ് cos സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ, സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ ഞാൻ പിന്നെ മൈനസ് ഇട്ട് തോന്നുന്നേ ഉള്ളൂ. അപ്പം മൈനസ് സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ എത്രയായിരിക്കും? പിന്നെ മൈനസ് സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ, മൈനസ് പോയി, എല്ലാം പോയി, ഇവിടെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ cos സ്ക്വയർ രണ്ട് സെയിം അല്ലേ മോനെ? എല്ലാം സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ ആരായിരിക്കും? 1. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഇപ്പോൾ 2 ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, സിമ്പിളായിരുന്നു എന്ന് പറഞ്ഞു, വളരെ എളുപ്പത്തിൽ തന്നെ തീർത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇതേപോലത്തെ കുട്ടി പ്രോബ്ലംസും വലിയ ക്വസ്റ്റൻ ടഫായിട്ടുള്ളതും നിങ്ങൾക്ക് തരും കേട്ടോ. അല്ലാതെ കുഞ്ഞു പ്രോബ്ലംസ് കൊണ്ട് മാത്രമൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയാൻ, എൻട്രൻസ് പാസ്സാകാൻ പറ്റില്ല.
നല്ല ടഫ് ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അതുമായിട്ട് ഒക്കെ നമ്മൾ ഇങ്ങനെ ക്ലാസ്സുകൾ വന്നുകൊണ്ടിരിക്കും. മാക്സിമം ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.